വെൽക്കം ടു സുവോളജി ക്ലാസ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കിഡ്നിയുടെ സ്ട്രക്ചർ പഠിച്ചു. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആയ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. യൂറിൻ ഫോർമേഷൻ അതിൻ്റെ 3 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു 3 സ്റ്റെപ്പുകൾ? യൂറിൻ ഫോർമേഷൻ്റെ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയായിരുന്നു? അല്ലെങ്കിൽ 3 പ്രോസസ്സസ് ബൈ വിച്ച് യൂറിൻ ഈസ് ഫോംഡ് in the kidney. ഒന്ന് അൾട്രാ ഫിൽട്രേഷൻ, 2 ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, മൂന്നാമത്തത് ട്യൂബുലാർ സെക്രീഷൻ. അപ്പൊ എങ്ങനെ ഈ 3 പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് യൂറിൻ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി അൾട്രാ ഫിൽട്രേറ്റ് ട്യൂബുലാർ പാർട്ടിൽ കൂടി ഒഴുകുന്ന സമയത്ത് എങ്ങനെയാണ് ട്യൂബുലാർ അല്ലെങ്കിൽ എങ്ങനെയാണ് സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ട്യൂബ്യൂളിന്റെ ഓരോ പാർട്ടിനും ഡിഫറൻസ് ഉണ്ട്. അതിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഓരോ പാർട്ടും എന്ത് റോളാണ് നിർവഹിക്കുന്നത്? ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടക്കുന്നതിൽ ട്യൂബ്യൂളിന്റെ ഓരോ പാർട്ടിനും, ഓരോ പാർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലീസ് ലൂപ്പിൽ തന്നെ അസെൻഡിങ് ലിംബ്, ഡിസെൻഡിങ് ലിംബ്, അസെൻഡിങ് ലിംബ്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ദ അൾട്രാഫിൽട്രേറ്റ്. Descending limb, ascending limb, and DCT, distal convoluted tubule, and the collecting tubule. അപ്പോൾ നമുക്ക് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഇവിടെ റീഅബ്സോർപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഈസ് ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ട്യൂബ്യൂൾ വേർ മെജോറിറ്റി ഓഫ് ദ റീഅബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. Major part of the reabsorption takes place in the proximal convoluted tubule. 70 to 80% of the reabsorption takes place here. In the proximal convoluted tubule, 70 to 80% of reabsorption takes place. So that reabsorption includes majority of the water, almost all the essential substances, minerals, all those things are included in this reabsorption in the proximal convoluted tubule. So it's a major part as far as selective reabsorption is concerned. അതായത് നമ്മുടെ അൾട്രാ ഫിൽട്രേറ്റിലുള്ള നല്ലൊരു പങ്കും നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ നല്ലൊരു പങ്കും ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ വെച്ച് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. കൂടാതെ ട്യൂബുലാർ സെക്രീഷനും നടക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ട്യൂബുലാർ സെക്രീഷൻ പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണ് ട്യൂബുലാർ സെക്രീഷനിൽ വരിക: H+ അയോൺസും പൊട്ടാസ്യം അയോൺസും. അപ്പൊ ഇത് രണ്ടും ഈ ട്യൂബ്യൂളിന്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് സെക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയം, എസ്പെഷ്യലി ബ്രഷ് ബോർഡഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഇത് H+ അയോൺസിനെയും K+ അയോൺസിനെയും ഈ അൾട്രാ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ അത് എക്സസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നടക്കുക. അപ്പൊ മെജോറിറ്റി ഓഫ് ദ കോമ്പോണൻസ്, essential components are reabsorbed. 70 to 80% of the essential components in the ultrafiltrate are reabsorbed, and tubular secretion also takes place to some extent in the proximal convoluted tubule. ഇതേപോലെ താഴേക്ക് വരുമ്പോൾ ഇത് ഹെൻലീസ് ലൂപ്പാണ്. അപ്പൊ ഹെൻലീസ് ലൂപ്പിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡിസെൻഡിങ് ട്യൂബ്യൂൾ ആണ്. ഡിസെൻഡിങ് ട്യൂബ്യൂൾ where the ultrafiltrate courses down. Ultrafiltrate passes down through the descending limb of Henle's loop. ഈ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പിന്റെ വാൾ എന്ന് പറയുന്നത്
It is permeable to water. Permeable to water എന്ന് പറയുമ്പോൾ water is permitted to go out. Water is permitted to go out. But solutes are retained in the ultrafiltrate. So solutes are retained in the ultrafiltrate. So as a result, what happens? When water removes, നമ്മളിങ്ങനെ പറയുമ്പോൾ വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ടർ പുറത്തേക്ക് പോകുന്നത് ആദ്യം പോകുന്നത് ഇന്റർസ്റ്റീഷ്യത്തിലേക്കാണ്. എന്താണ് ഇന്റർസ്റ്റീഷ്യം? ഈ സ്ഥലത്തിനാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യം എന്ന് പറയുക. അതായത് ട്യൂബ്യൂളിന്റെ പുറത്ത് കാണുന്ന ആ സ്പേസ്, ഈ സ്പേസിനാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യം എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് പറയാം കുറെ അധികം 1.1 മില്യൺ നെഫ്രോൺസ് ഉള്ള സമയത്ത് 2 നെഫ്രോണുകൾക്ക് ഇടയിലുള്ള സ്ഥലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ സ്ഥലത്തിനാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യം എന്ന് പറയുന്നത്, മെഡുലാറി ഇന്റർസ്റ്റീഷ്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇന്റർസ്റ്റീഷ്യത്തിലേക്കാണ് വെള്ളം പുറത്തേക്ക് വരിക ബൈ ദ പ്രോസസ് ഓഫ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന പ്രക്രിയ വഴി വെള്ളം ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് കടക്കുന്നു. ചിലപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയും, ഓസ്മോസിസ് മാത്രമല്ല ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയും വെള്ളം ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് കടക്കുന്നു. ഇനി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് കിടക്കുന്ന വെള്ളം എങ്ങോട്ടാണ് പോവുക? അത് ബ്ലഡ് വെസലിലേക്ക്. നമുക്കറിയാം ഇവിടെ പെരി ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഇഫറന്റ് ആർട്ടീരിയോൾ വന്ന് ഇവിടെ ബ്രാഞ്ച് ചെയ്ത് ഈ ട്യൂബുകളുടെ പുറത്ത് ഒരു കാപ്പിലറി നെറ്റ്വർക്ക് ആക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്കാണ് വെള്ളം കടന്നു പോവുക. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലിസ് ലൂപ്പ് ഈസ് പെർമിയബിൾ ടു വാട്ടർ ബട്ട് ഇംപെർമിയബിൾ ടു സൊല്യൂട്ട്സ്. അതായത് സോഡിയം ക്ലോറൈഡ് തുടങ്ങിയ അയോൺസിനും അതുപോലെ മറ്റ് അയോൺസിനും ഒന്നും പെർമിയബിൾ അല്ല. അത് അവിടെ തന്നെ നിൽക്കും, അത് അൾട്രാ ഫിൽട്രേറ്റ് തന്നെ നിൽക്കും. പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? അങ്ങനെ വെള്ളം തുടർച്ചയായി പോയി അൾട്രാ ഫിൽട്രേറ്റ് ഇവിടെ എത്തുന്ന സമയത്ത്, അവിടെ എത്തുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ഹൈപ്പർട്ടോണിക്. അൾട്രാ ഫിൽട്രേറ്റ് എന്തായിട്ട് മാറുന്നു? ഹൈപ്പർട്ടോണിക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ടേമുകളെ കുറിച്ച് കൂടി നമ്മളൊന്ന് റീകോൾ ചെയ്യണം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. സൊല്യൂഷൻസിനെ നമുക്ക് അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ അളവിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 2ആയിട്ട് തിരിക്കാം. ശരിക്കും 3ആയിട്ടാണ് നമുക്ക് 2 ടേംസ് നമുക്ക് ഇവിടെ നോക്കാം. വൺ ഈസ് ഹൈപ്പർട്ടോണിക് ആൻഡ് അതർ ഈസ് ഹൈപ്പോട്ടോണിക്. ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക്. ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക്. എന്താണ് ഈ 2 ടേംസ്? ഈ 2 ടേംസ് കമ്പാരിറ്റീവ്, അതായത് ദേ ആർ യൂസ്ഡ് ഫോർ കമ്പാരിസൺ. നമുക്കിപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്തിട്ട് അത് ഹൈപ്പർട്ടോണിക്കോ ഹൈപ്പോട്ടോണിക്കോ എന്ന് പറയാൻ കഴിയില്ല. 2 സൊല്യൂഷൻസ് തന്നാൽ ഏതാണ് ഹൈപ്പർട്ടോണിക് ഏതാണ് ഹൈപ്പോട്ടോണിക് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ എന്താണ് ഹൈപ്പർട്ടോണിക്, എന്താണ് ഹൈപ്പോട്ടോണിക്? അപ്പോൾ ഉദാഹരണത്തിന് സപ്പോസ് നമുക്കൊരു ബീക്കറിൽ 1 ലിറ്റർ വെള്ളം എടുക്കണം. ബീക്കർ എ ആൻഡ് ബീക്കർ ബി, 2 ബീക്കറിൽ വെള്ളം എടുക്കും. 2ലും 1 ലിറ്റർ വെച്ച് വെള്ളം നമ്മൾ എടുത്തിരിക്കുന്നു. Into the beaker A, we are adding 50 milligram of salt, NaCl add ചെയ്യും. ഇതിലേക്ക് നമ്മൾ 75 milligram ആഡ് ചെയ്യും, സോൾട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഏതിലാണ് സോൾട്ട് കൂടുതൽ? ബിയിലാണ് അല്ലേ. ബി എന്ന ബീക്കറിൽ സോൾട്ട് കൂടുതലാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരു അവസ്ഥ, ഇപ്പോൾ 2 സോൾട്ട് സൊല്യൂഷൻസ് ആണ്. ദിസ് എ സോൾട്ട് സൊല്യൂഷൻ, ദിസ് ഓൾസോ എ സോൾട്ട് സൊല്യൂഷൻ. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏതാണ് ഹൈപ്പർട്ടോണിക് ഏതാണ് ഹൈപ്പോട്ടോണിക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഏതാണ് ഹൈപ്പർട്ടോണിക് ഏതാണ് ഹൈപ്പോട്ടോണിക്? ഏതിലാണോ സോൾട്ട് കൂടുതൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളത് ആ സൊല്യൂഷൻ നമ്മൾ ഹൈപ്പർട്ടോണിക്. സോ ബീക്കർ ബി കണ്ടെയ്ൻസ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആൻഡ് ബീക്കർ എ കണ്ടെയ്ൻസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. അവിടെ സോൾട്ടിൻ്റെ അളവ് കുറവാണ്. ഇപ്പോൾ സോൾട്ട് എത്ര മോൾസ് ഓഫ് സോൾട്ട് അലിഞ്ഞ് ചേർന്നിരിക്കുന്നതാണ് നമ്മൾ കണക്കാക്കുക. അത് നമ്മൾ കണക്കാക്കുന്ന യൂണിറ്റ് മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്നൊരു യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുക. മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്നൊരു യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ
നമ്മളിവിടെ ഗ്രാമിലാണ് കണ്ടത്, അതിനെ മില്ലി ഓസ്മോൾ എത്രയാണെന്ന് കണക്കാക്കിയാൽ, ഇപ്പൊ എത്ര മോൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കണക്കാക്കിയാൽ കൂടുതൽ മോൾസ് ഓഫ് സോൾട്ട് അടങ്ങിയിട്ടുള്ളത് ഹൈപ്പർടോണിക്കും കുറച്ചുള്ളത് ഹൈപ്പോട്ടോണിക്കും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇനി മറ്റൊരു കാര്യം കൂടി, ഹൈപ്പർടോണിക്കിനെ ഇത് ഇന്റർചേഞ്ചബിൾ ആണ്. നമുക്ക് ഹൈപ്പോട്ടോണിക്കിനെ ഹൈപ്പർടോണിക്കും ഹൈപ്പർടോണിക്കിനെ ഹൈപ്പോട്ടോണിക്കും ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? ഈ ഹൈപ്പോട്ടോണിക്കിനെ നമുക്ക് എങ്ങനെയാണ് ഹൈപ്പർടോണിക് ആക്കി മാറ്റാൻ സാധിക്കുക? എങ്ങനെയാണ് ഹൈപ്പർടോണിക് ആക്കി മാറ്റാൻ സാധിക്കാം? ഒന്നിൽ ഇതിലേക്ക് സോൾട്ട് കൂടുതൽ ആഡ് ചെയ്യുക, അപ്പോൾ അത് ഹൈപ്പർടോണിക് ആവും. അല്ലെങ്കിൽ വെള്ളം റിമൂവ് ചെയ്താലും മതി, അതിൽ നിന്ന് വെള്ളം റിമൂവ് ചെയ്താലും മതി. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഹൈപ്പോട്ടോണിക് ആക്കി മാറ്റാം. എങ്ങനെയാണ്? സോൾട്ട് റിമൂവ് ചെയ്താൽ മതി, അതിലടങ്ങിയിരിക്കുന്ന സോൾട്ടിനെ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ സോൾട്ട് കൂടുതൽ ആഡ് ചെയ്താൽ അത് ഹൈപ്പർടോണിക് ആയിട്ട് മാറി, ഹൈപ്പർടോണിക് ആയിട്ട് മാറി. ഹൈപ്പർടോണിക്കിൽ നിന്നും സോൾട്ട് റിമൂവ് ചെയ്താൽ എന്തായിട്ട് മാറി? അത് ഹൈപ്പോട്ടോണിക്കായി മാറി. വെള്ളം റിമൂവ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസെൻഡിങ് ലിംബിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവസ്ഥ? വെള്ളം തുടർച്ചയായി പുറത്തേക്ക് പോവുകയും, ബിക്കോസ് ഇറ്റ് ഇസ് പെർമിബിൾ ടു വാട്ടർ. Descending limb, all of the descending limb is permeable to water, and water goes outside to the interstitium and then to the blood. And so as the ultrafiltrate passes down and reaches the end of the descending tubule, it becomes hypertonic. എന്താണ് ഹൈപ്പർടോണിക് ആവാനുള്ള കാരണം? ഇവിടെ ഹൈപ്പർടോണിക് ആവാനുള്ള കാരണം എന്താണ്? കാരണം വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം പോയി പക്ഷെ സോൾട്ട് പോകുന്നില്ല. അപ്പോൾ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുകയാണ്. അങ്ങനെ സോൾട്ടിന്റെ ഓസ്മോളാരിറ്റി കൂടുന്നതനുസരിച്ച് അത് ഹൈപ്പർടോണിക്കായി മാറും. ഓക്കെ, നിങ്ങൾക്ക് ഹൈപ്പർടോണിക്കായിട്ട് മാറും. ഇനി അസെൻഡിങ് ലിംബ്, ഇതാണ് ഡിസെൻഡിങ് ലിംബിൽ സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് പെർമിബിൾ ടു വാട്ടർ ബട്ട് ഇംപെർമിബിൾ ടു സൊല്യൂട്ട്സ്. ആൻഡ് ഇങ്ങനെ ഹൈപ്പർടോണിക് ആയിട്ടുള്ള ഈ അൾട്രാഫിൽട്രേറ്റ് അസെൻഡിങ് ലിംബിൽ കൂടി കടന്നു പോകുമ്പോൾ the wall of the ascending limb is permeable to solute but impermeable to water. അതായത് വെള്ളത്തിനെ കടത്തിവിടുന്നില്ല. എന്തിനെ കടത്തിവിടുന്നു? സോൾട്ടിനെ കടത്തിവിടുന്നു. ഇൻഡസ്ട്രീസിലേക്ക് സോൾട്ടിനെ കടത്തിവിടുകയും വെള്ളം കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അൾട്രാഫിൽട്രേറ്റ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ എത്തുമ്പോഴത്തേക്കും അത് ഹൈപ്പോട്ടോണിക്കായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഹൈപ്പർടോണിക്കാണ്, അത് വീണ്ടും എന്തായിട്ട് മാറി? ഹൈപ്പോട്ടോണിക്കായിട്ട് മാറി. കാരണം സോൾട്ട് പോയി, വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ, വെള്ളത്തിന്റെ അളവ് കൂടുന്നു, സോൾട്ടിന്റെ അളവ് കുറയുന്നത് കൊണ്ട് ഓസ്മോളാരിറ്റി കുറയുന്നു. ഓസ്മോളാരിറ്റി കുറഞ്ഞ് ഓസ്മോളാരിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് സോൾട്ട്സ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ ഓസ്മോളാരിറ്റി കുറഞ്ഞ് അത് എന്തായി മാറുന്നു? ഹൈപ്പർടോണിക്കായി മാറുന്നു. ഇനി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, DCT-യിൽ ഇങ്ങനെ എത്തുന്ന ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള അൾട്രാഫിൽട്രേറ്റ്, ഇപ്പോൾ അൾട്രാഫിൽട്രേറ്റ് എന്തായിട്ട് മാറി? ഹൈപ്പോട്ടോണിക് ആയിട്ട് മാറി. ഈ ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള അൾട്രാഫിൽട്രേറ്റ് ഇവിടെ വെള്ളത്തിന്റെ the wall of the distal convoluted tubule is permeable to both solute and water, but under certain conditions. വെള്ളത്തെ ആഗിരണം ചെയ്യണോ, വെള്ളത്തെ പുറത്തേക്ക് വിടണോ, അതോ സോൾട്ടിനെ പുറത്തേക്ക് വിടണോ എന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ certain conditions, especially the water conditions in the body, the amount of water available to the body. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. കളക്റ്റിംഗ് ട്യൂബ്യൂളും അതുപോലെ തന്നെ വെള്ളത്തിന് പെർമിബിൾ ആണ്, കുറച്ചൊക്കെ സോൾട്ടിന് പെർമിബിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് കണ്ടീഷണൽ ഡിപ്പെൻഡിങ് അപ്പോൺ സർട്ടൻ കണ്ടീഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ DCT-യിലും കളക്റ്റിംഗ് ട്യൂബ്യൂളിലും ട്യൂബുലാർ സെക്രീഷനും നടക്കുന്നുണ്ട്. ഹൈഡ്രജൻ അയോണിന്റെയും പൊട്ടാസ്യത്തിന്റെയും സെക്രീഷനും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ട്യൂബ്യൂളിന്റെ പ്രത്യേകത. നമ്മൾ ഒരിക്കൽ കൂടി ഈ ട്യൂബ്യൂളിന്റെ ഡിഫറെന്റ് പാർട്സിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. മോസ്റ്റ് ഓഫ് ദ
reabsorption, 70 to 80% of the reabsorption, all sorts of reabsorption takes place in the proximal convoluted tubule. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ധാരാളം വിറ്റമിൻസ് ആയിക്കോട്ടെ, ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളായിക്കോട്ടെ, വാട്ടർ, അതുപോലെ മിനറൽസ് എല്ലാം ഈ proximal convoluted tubule absorbing. That amounts to 70 to 80% of the total reabsorption. Then descending limb, it is permeable to water only. So water goes outside. Water goes outside through the wall of the descending limb of Henle's loop into the interstitium and then to the blood, making the ultrafiltrate hypertonic by the time it reaches the end of the descending limb. In ascending limb is permeable to solutes. Sodium chloride തുടങ്ങിയ solutes ഒക്കെ പുറത്തേക്ക് പോകുന്നു. Water is not permitted to go outside. Water is retained. So when it reaches here, it becomes hypotonic. Hypotonic എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതലുള്ള, അതായത് സൊല്യൂട്ട്സിനേക്കാൾ വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ള സൊല്യൂഷൻ നമ്മൾ ഹൈപ്പോട്ടോണിക് എന്ന് വിളിക്കുക. സോ അൾട്രാഫിൽട്രേറ്റ് ബിക്കംസ് ഹൈപ്പോട്ടോണിക്. ഇനി ഇവിടെ എന്താണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ ഇറ്റ് ഇസ് പെർമിബിൾ ടു വാട്ടർ ആൻഡ് ഓൾസോ സോൾട്ട്സ്, ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ സർട്ടൺ കണ്ടീഷൻസ്. നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ബ്ലഡിലുള്ള വെള്ളത്തിന്റെ അളവിനനുസരിച്ച് വെള്ളത്തിനെ ചിലപ്പോൾ കടത്തിവിടും, ചിലപ്പോൾ കടത്തിവിടില്ല. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൺ കണ്ടീഷൻസ്. നമ്മളതിനെ കുറിച്ച് അടുത്തൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ ട്യൂബുലാർ സെക്രീഷൻ ഉണ്ടാകും. H+ അയോൺസും K+ അയോൺസും സെക്രീറ്റ് ചെയ്യുന്നു. കളക്ടിംഗ് ട്യൂബ്യൂളിൽ ട്യൂബുലാർ സെക്രീഷൻ നടക്കുന്നു. H+ അയോൺ K+ അയോൺസ് ഇവിടെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. അതേപോലെ വെള്ളത്തെ റീഅബ്സോർബ് ചെയ്യുന്നു, ബട്ട് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. നമ്മൾ നേരത്തെ DCT പോലെ തന്നെയാണ് കളക്ടിംഗ് ട്യൂബ്യൂളും ബിഹേവ് ചെയ്യുക. അപ്പാർട്ട് ഫ്രം ദാറ്റ്, കളക്ടിംഗ് ട്യൂബ്യൂൾ ഓൾസോ റിലീസസ് സർട്ടൻ എമൗണ്ട് ഓഫ് യൂറിയ. നമുക്കറിയാം യൂറിയ ഈ അൾട്രാ ഫിൽട്രേറ്റിലുള്ളതാണ്. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണല്ലോ. പക്ഷേ ഈ കളക്ടിംഗ് ട്യൂബ്യൂൾ കുറച്ച് യൂറിയ കൂടി ഇങ്ങോട്ട് റിലീസ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ റീച്ച് ദ ബ്ലഡ് അൾട്ടിമേറ്റ്ലി. അത് നമ്മുടെ ഓസ്മോട്ടിക് ബാലൻസ് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ട്യൂബ്യൂൾ, റോൾ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ട്യൂബ്യൂൾ ഇൻ റീഅബ്സോർപ്ഷൻ. ഇനി നമുക്ക് കിഡ്നിയുടെ മറ്റൊരു ഫംഗ്ഷൻ നമുക്കറിയാം. ഫംഗ്ഷൻ പൂർത്തിയാകണമെങ്കിൽ, യൂറിൻ ഫോർമേഷൻ പൂർത്തിയാകണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഓസ്മോ റെഗുലേഷൻ കൂടി നടക്കണം. അപ്പോൾ കിഡ്നിയുടെ മറ്റൊരു റോളാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് നമുക്കറിയാം. എന്താണ് ഓസ്മോ റെഗുലേഷൻ? മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ബാലൻസ് അല്ലെങ്കിൽ അയോണിക് ബാലൻസ് ഇൻ ദ ബോഡി. സോ ഓസ്മോ റെഗുലേഷൻ is carried out by the Henle's loop and vasa recta. Henle's loop and vasa recta. Now what is vasa recta? Vasa recta are loops of blood vessels running parallel to the Henle's loop. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് ഈ പെരിട്യൂബുലാർ, ഇവിടെ ഒരു പെരിട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. ആ പെരിട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്കിൽ നിന്നും ഹെൻലീസ് ലൂപ്പിന് പാരലായി പോകുന്ന ബ്ലഡ് വെസലിന്റെ ലൂപ്പിനാണ് നമ്മൾ എന്ത് വിളിക്കുക? വാസ റെക്റ്റ എന്ന് വിളിക്കുക. വാസ റെക്റ്റ എന്ന് വിളിക്കുക. സപ്പോസ് ദിസ് ഈസ് വാസ റെക്റ്റ. ഇതാണ് വാസ റെക്റ്റ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പെരിട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ട്. ആ പെരിട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്കിൽ നിന്നും ഹാങ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും പുറപ്പെടുന്ന തൂങ്ങിക്കിടക്കുന്ന ബ്ലഡ് വെസൽസ് ആണ് വാസ റെക്റ്റ. അവിടെ പ്രത്യേകം എന്താണ്? ഹെൻലീസ് ലൂപ്പ് പോലെ തന്നെയാണ്. ഹെൻലീസ് ലൂപ്പ് പോലെ തന്നെ അവർക്ക് രണ്ട് ലിംബ്സ് ഉണ്ട്. അസെൻഡിങ് ലിംബ്, ഡിസെൻഡിങ് ലിംബ് ഒക്കെ ഉണ്ട്. അത് ഹെൻലീസ് ലൂപ്പിന് അകത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുക. ഹെൻലീസ് ലൂപ്പിന് പാരലായിട്ട് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ കിടക്കുന്ന ബ്ലഡ് വെസൽസ് ആണ്, ലൂപ്പായി കിടക്കുന്ന ബ്ലഡ് വെസൽസ് ആണ് വാസ റെക്റ്റ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഹെൻലീസ് ലൂപ്പും വാസ റെക്റ്റയും ചേർന്നാണ് ഓസ്മോ റെഗുലേഷൻ സാധ്യമാക്കുന്നത്.
അതായത് വെള്ളത്തിൻ്റെയും അയോണുകളുടെയും ബാലൻസ് നിലനിർത്തുന്നത്. അതിന് സഹായിക്കുന്ന ഒരു മെക്കാനിസം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ മെക്കാനിസത്തിന് പറയുന്ന പേരാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം. കൗണ്ടർ കറന്റ് മെക്കാനിസം. കൗണ്ടർ കറന്റ് മെക്കാനിസം. എന്താണ് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുന്നത്? എന്താണ് നമുക്ക് നോക്കാം. കറണ്ട് എന്താണ്? കറണ്ട് കറണ്ട് മീൻസ് ഫ്ലോ ഓഫ് സംതിങ് അല്ലേ? നമ്മൾ പറയും കറണ്ട് ഓഫ് വാട്ടർ, കറണ്ട് ഓഫ് ഇലക്ട്രോൺസ്, അതിനാണ് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ ഫ്ലോ ഓഫ് സംതിങ്, മൂവ്മെന്റ് ഓഫ് സംതിങ്, അതാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കാം. ഇവിടെ ഫ്ലോ ഓഫ് അൾട്രാ ഫിൽട്രേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൾട്രാ ഫിൽട്രേറ്റിന്റെ ഫ്ലോ അതാണ് നമ്മൾ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബ്ലഡിന്റെ ഫ്ലോ. കൗണ്ടർ കറന്റ് മെക്കാനിസം, അതായത് അൾട്രാ ഫിൽട്രേറ്റിന്റെ മൂവ്മെന്റ് കറന്റ് ഈ ഹെൻലീസ് ലൂപ്പിൽ കൂടിയാണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇതാണ് അതിന്റെ ഡയറക്ഷൻ. അതായത് പ്രോക്സിമൽ കൺവെയർ ട്യൂബുകളിൽ നിന്ന് വന്ന് ഡിസെൻഡിങ് ട്യൂബുകളിൽ കൂടി പോയി അസെൻഡിങ് ട്യൂബുകളിൽ കൂടി മുകളിലോട്ട് പോകും. ഇതാണ് ദ കോഴ്സ് ഓഫ് അൾട്രാ ഫിൽട്രേറ്റ് ഇൻ ദ ഹെൻലീസ് ലൂപ്പ്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇത് ഒരു കറണ്ടാണ്. ദിസ് ഈസ് വൺ കറണ്ട്, വൺ മൂവ്മെന്റ്. ഇനി മറ്റൊരു മൂവ്മെന്റ്, ഇതിന് പാരലായി മറ്റൊരു ഫ്ലോ കൂടി നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ വാസ റെക്റ്റ, ദാറ്റ് ഈസ് ഫ്ലോ ഓഫ് ബ്ലഡ്. ഇവിടെ ബ്ലഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈ ഡയറക്ഷനിലാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ വാസ റെക്റ്റയുടെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് ഇതാണ്. That runs parallel to the that lies parallel to the ascending limb of Henle's loop, and this is this ascending limb of vasa recta. Ascending limb of vasa recta, and that lies parallel to the descending limb of Henle's loop. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഹെൻലീസ് ലൂപ്പിൽ കൂടിയുള്ള അൾട്രാ ഫിൽട്രേറ്റിന്റെ ഫ്ലോയും വാസ റെക്റ്റയിൽ കൂടിയുള്ള ബ്ലഡിന്റെ ഫ്ലോയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇതിനെയാണ് നമ്മൾ കൗണ്ടർ കറണ്ട് എന്ന് വിളിക്കുക. കൗണ്ടർ കറണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ടാണ്. കൗണ്ടർ കറണ്ട് അൾട്രാ ഫിൽട്രേറ്റിന്റെ ഫ്ലോയും വാസ റെക്റ്റയിലുള്ള ബ്ലഡിന്റെ ഫ്ലോയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സിമിൾട്ടേനിയസ് ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ കൗണ്ടർ കറന്റ് മെക്കാനിസം, ഇങ്ങനെ ഒരു കൗണ്ടർ കറന്റ് മെക്കാനിസം ഹെൻലീസ് ലൂപ്പിലും വാസ റെക്റ്റയിലും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഓസ്മോ റെഗുലേഷനെ സഹായിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൾട്രാ ഫിൽട്രേറ്റ് ഡിസെൻഡിങ് ലിംബിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 300 മില്ലി ഓസ്മോളാണ്. 300 മില്ലി OSM പെർ ലിറ്റർ. 300 മില്ലി ഓസ്മോളാണ്. ഇത് നമുക്കറിയാം ഡിസെൻഡിങ് ലിംബിന്റെ വാൾ വെള്ളത്തിൽ പെർമിയബിളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ വാട്ടർ ഗോസ് ഔട്ട് സൈഡ്. അങ്ങനെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതിന്റെ ഓസ്മോളാരിറ്റി ഏതാണ്ട് 1200 മില്ലി OSML ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ കൂടി, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. കാരണം സൊല്യൂഷൻ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ, വെള്ളമല്ലേ പുറത്തേക്ക് പോകുന്നത്, വെള്ളമാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതെന്തായി മാറി? അൾട്രാ ഫിൽട്ടർ എന്തായിട്ട് മാറി? ഹൈപ്പർടോണിക്കായി മാറി. ഹൈപ്പർടോണിക്കായി മാറി. ഇനി ഈ അൾട്രാ ഫിൽട്രേറ്റ് അസെൻഡിങ് ലിംബിലേക്ക് കടന്നു പോകുമ്പോൾ 1200 തുടങ്ങുന്ന അൾട്രാ ഫിൽട്രേറ്റ്, ഹൈപ്പർടോണിക്കായ അൾട്രാ ഫിൽട്രേറ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് വീണ്ടും ഒരു 300 മില്ലി ഓസ്മിലേക്ക് മാറുന്നു. അത് ഹൈപ്പർടോണിക്കായി മാറി. എന്താ കാരണം? ബിക്കോസ് ഇറ്റ് ലീവ്സ് സൊല്യൂട്ട്സ് ഔട്ട്. Because the wall of the ascending limb is permeable to solute, not water. So water is retained. അങ്ങനെ സൊല്യൂട്ട്സ് പുറത്തേക്ക് പോയി അതിന്റെ ഓസ്മോളാരിറ്റി കുറയുന്നു. അങ്ങനെ അത് ഹൈപ്പർടോണിക്കായി
മാറും. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാസാറക്റ്റിക്ക് എന്താണ് ഇതിലൊരു പങ്ക്? വാസാറക്റ്റിക്ക് എന്താണ് ഇതിലൊരു പങ്ക്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പുറത്തേക്ക് പോകുന്ന വെള്ളം ഇൻഡസ്ട്രീസിലേക്കാണ് പോകുന്നതെങ്കിലും ഇൻഡസ്ട്രീസിൽ നിന്നും അത് എങ്ങോട്ട് കിടക്കുന്നു? ബ്ലഡിലേക്കാണ് കിടക്കുക. അത് ബ്ലഡിലേക്ക് കിടക്കും. ഇവിടെ അത് ബ്ലഡിലേക്ക് കടക്കണമെങ്കിൽ ബ്ലഡ് ഹൈപ്പർട്ടോണിക് ആയിരിക്കണം. അതായത് ബ്ലഡിൽ വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കണം. അതായത് വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബിൽ വെള്ളത്തിന്റെ അളവ് കുറവും സോൾട്ടിന്റെ അളവ് കൂടുതലും ആണെങ്കിൽ മാത്രമേ വെള്ളം ഇവിടെ നിന്ന് ബ്ലഡിലേക്ക് കടക്കുള്ളൂ. അപ്പം ബ്ലഡ് ഇവിടെ വെള്ളത്തിന് ഇങ്ങോട്ട് കടക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഈ വെള്ളത്തിന് പുറത്തേക്ക് പോകാൻ സാധിക്കൂ. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വാസാറക്റ്റ നമുക്ക് നോക്കാം. വാസാറക്റ്റ ഇതാണ് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ. ഈ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ NaCl സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലിസ് ലൂപ്പ് പുറത്തേക്ക് വിടുന്ന NaCl കടന്നു പോരുന്നത് എങ്ങോട്ടാണ്? ഈ വാസാറക്റ്റിലെ ബ്ലഡിലേക്കാണ്. അപ്പൊ അങ്ങനെ വാസാറക്റ്റിലെ ബ്ലഡിലേക്ക് NaCl കടന്ന് ഈ ബ്ലഡ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഹൈപ്പർട്ടോണിക് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ആ ഹൈപ്പർട്ടോണിക് ബ്ലഡാണ് ഇതിലേക്ക് വിടുന്നത്. അപ്പോൾ വെള്ളത്തിനകത്തേക്ക് കടക്കാൻ സൗകര്യമാണ്. വെള്ളം എപ്പോഴും ഹൈപ്പോട്ടോണിക്കിൽ നിന്നും ഹൈപ്പർട്ടോണിക്കിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ബ്ലഡ് ഇങ്ങോട്ട് കടന്നു പോകുന്നു. അപ്പൊ അതിന് വാസാറക്റ്റ അവിടെ ഇല്ല എങ്കിൽ, വാസാറക്റ്റ എന്ന സംവിധാനം അവിടെ ഇല്ലെങ്കിൽ ഈ ട്യൂബുലാറിൽ നിന്നും വെള്ളം ഈ പുറത്തേക്ക് പോകാനും അതുപോലെ സോഡിയം ക്ലോറൈഡ് അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തേക്ക് വരാനും സാധിക്കില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാവുന്ന ഈ ഒരു കൗണ്ടർ കറണ്ട് മെക്കാനിസമാണ് വെള്ളത്തെ പുറത്തേക്ക് കളയാനും അതുപോലെ അകത്തേക്ക് എടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഇതാണ്. ഇനി ഓസ്മോ റെഗുലേഷന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജ് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും കളക്റ്റിംഗ് ട്യൂബ്യൂളിലും വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് മനസ്സിലായി? ഓക്കെ, അപ്പോൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൽ കൺവല്യൂട്ടിന്റെ വാൾ ഇറ്റ് ഈസ് പെർമിയബിൾ ടു ബോത്ത് സൊല്യൂട്ട് ആൻഡ് വാട്ടർ. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. അവിടെ ഡിസ്റ്റൽ കൺവല്യൂട്ടിന്റെ വാൾ വാട്ടറിന് പെർമിബിൾ ആകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ഹോർമോണാണ്. ADH എന്ന് വിളിക്കുന്ന ഒരു ഹോർമോണാണ്. ADH എന്താണ് ADH? ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. അതിന് വേറെ പേരും കൂടെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വാസോപ്രസിൻ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ADH. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുകയും പിറ്റ്യൂട്ടറിയുടെ മുൻഭാഗത്തുകൂടി പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഹോർമോണാണ് ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ഓർ ADH, അല്ലെങ്കിൽ വാസോപ്രസിൻ എന്നൊരു പേര് കൂടി അതിനുണ്ട്. ഈ ADH ആണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ വാളിനെ വെള്ളത്തിന് പെർമിയബിൾ ആക്കി മാറ്റുന്നത്. അപ്പൊ ADH ഉണ്ടെങ്കിൽ, ADH ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ, ADH എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കുക? ADH ഉൽപ്പാദിപ്പിക്കേണ്ട ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ ബ്രെയിനിന്റെ സെറിബ്രത്തിന്റെ അടിഭാഗത്തുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗമാണ് ADH ഉൽപ്പാദിപ്പിക്കേണ്ടത്. ADH എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കുക? നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണോ വെള്ളത്തിന്റെ അളവ് കുറയുന്നത്. എപ്പോഴൊക്കെയാണ് നമ്മുടെ ശരീരത്തിന്റെ അളവ് കുറയുക? ഒന്ന്, നമ്മൾ പ്രൊഫ്യൂസ് ആയിട്ട് സ്വെറ്റിംഗ്, അല്ലെങ്കിൽ നന്നായിട്ട് വിയർക്കുക, അതേപോലെ വെള്ളം കുടിക്കാതിരിക്കുക, അതുപോലെ ഡയറിയ പോലെയുള്ള വോമിറ്റിംഗ് ഒക്കെ പോലുള്ള സമയത്ത് വെള്ളം നഷ്ടപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ബ്ലഡിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നു. അങ്ങനെ ബ്ലഡിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരത്തിൽ ഓസ്മോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓസ്മോ റിസപ്റ്റേഴ്സ് ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ബോഡി, ഇൻ ദ ബ്ലഡ്. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ, എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ വെള്ളം ബ്ലഡ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വെള്ളം ശരീരത്തിൽ നിന്നും മറ്റു രീതിയിൽ നഷ്ടപ്പെടുക, അങ്ങനെ ഒക്കെ നഷ്ടപ്പെട്ട് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ ഓസ്മോ റിസപ്റ്റേഴ്സ് ഹൈപ്പോതലാമസിന് സിഗ്നൽ കൊടുക്കുകയും ഈ ഹൈപ്പോതലാമസ് ADH ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും.
അപ്പോൾ ADH എന്ത് ചെയ്യുന്നു? ADH makes the wall of the DCT and collecting tubule permeable to water. അപ്പോൾ എന്താ സംഭവിക്കാം? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ എത്തുന്ന അൾട്രാ ഫിൽട്രേറ്റ് ഹൈപ്പോട്ടോണിക് ആണ് എന്ന് പറയും. വെള്ളം കൂടുതലുള്ള അൾട്രാ ഫിൽട്രേറ്റ് ആണ് എത്തുന്നത്, ഹൈപ്പോട്ടോണിക് ആണ്. അതിൽ വെള്ളം ധാരാളമുണ്ട്. ആ വെള്ളത്തെ റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഡിസ്റ്റൽ കണ്ടൻസർ ട്യൂബിന്റെ വാൾ പെർമിബിൾ, വാട്ടറിന് പെർമിബിൾ ആകുമ്പോൾ, ADHന്റെ സഹായത്താൽ വാട്ടറിന് പെർമിബിൾ ആകുമ്പോൾ വെള്ളം അബ്സോർബ് ചെയ്യാൻ അത് സഹായിക്കും. അപ്പോൾ വെള്ളം അൾട്രാ ഫിൽട്രേറ്റിൽ നിന്നും പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മിഡിലെ ഇൻഡസ്ട്രീഷ്യത്തിലേക്കും അതുപോലെ തന്നെ ബ്ലഡിലേക്കുമാണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറവ് എന്നുള്ളത് പരിഹരിക്കാൻ ഒരു പരിധിവരെ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ വെള്ളം അബ്സോർബ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ചില കണ്ടീഷൻസിൻ്റെ, അതായത് വെള്ളത്തിൻ്റെ അളവ്, നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടുതലുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ വെള്ളം റീഅബ്സോർബ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ADH ഉത്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ ഓസ്മോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടില്ല. ഓസ്മോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഹൈപ്പോതലാമസിലേക്ക് മെസ്സേജ് പോകുന്നില്ല. ഹൈപ്പോതലാമസ് ADH ഉത്പാദിപ്പിക്കുന്നില്ല. ADH ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല? ഈ ഡിസ്റ്റൽ കണ്ടൻസർ ട്യൂബുകളും കളക്റ്റിംഗ് ട്യൂബുകളും വെള്ളത്തിന് പെർമിബിൾ ആകില്ല. അങ്ങനെ വെള്ളത്തിന് പെർമിബിൾ ആകാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഹൈപ്പോട്ടോണിക് യൂറിൻ ആയിരിക്കും പുറത്തേക്ക് പോവുക. ഹൈപ്പോട്ടോണിക് യൂറിനാണ് പുറത്തേക്ക് പോവുക. നിങ്ങൾക്കറിയാം, നല്ല മഴക്കാലത്ത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന യൂറിൻ്റെ അളവ് കൂടുതലായിരിക്കും. നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണ്, എങ്കിലും ഒഴിക്കുന്ന യൂറിന്, കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല, വിയർക്കുന്നില്ല. അങ്ങനെ വെള്ളം അധികം നഷ്ടപ്പെടാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ADH ഉത്പാദിപ്പിക്കാതിരിക്കുകയും ഇവിടെ എത്തുന്ന ഹൈപ്പോട്ടോണിക്, വെള്ളം കൂടുതലുള്ള അൾട്രാ ഫിൽട്രേറ്റ് യൂറിൻ അതുപോലെ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. വെള്ളം റീഅബ്സോർബ് ചെയ്യുന്നില്ല. എവിടെ റീഅബ്സോർബ് ചെയ്യുന്നില്ല? ഡിസ്റ്റൽ കണ്ടൻസർ ട്യൂബ്യൂളിലും അതുപോലെ കളക്റ്റിംഗ് ട്യൂബ്യൂളിലും വെള്ളം റീഅബ്സോർബ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഡൈല്യൂട്ട് യൂറിനാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. വെള്ളം കൂടുതലുള്ള ഡൈല്യൂട്ട് യൂറിൻ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ കൂടെ യൂറിൻ്റെ അളവും കൂടുതലായിരിക്കും. അതേസമയം സമ്മർ സീസണിൽ നല്ല ചൂടുള്ള അവസ്ഥയിൽ നമ്മൾക്ക് നന്നായിട്ട് വിയർക്കുകയും അതുപോലെ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളമായി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന സമയത്ത് ബ്ലഡിൽ വെള്ളത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഹൈപ്പോതലാമസിന് ആ ഇൻഫർമേഷൻ കിട്ടുകയും ഹൈപ്പോതലാമസ് ADH ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ ADH ഡിസ്റ്റൽ കണ്ടൻസർ ട്യൂബ്യൂളിനെയും കളക്റ്റിംഗ് ട്യൂബ്യൂളിനെയും എന്താക്കി മാറ്റുന്നു? പെർമിബിളാക്കി മാറ്റുന്നു. പെർമിബിൾ ഫോർ വാട്ടർ. അപ്പോൾ വെള്ളം റീഅബ്സോർബ് ചെയ്യുന്നു. ഇവിടെ എത്തുന്ന അൾട്രാ ഫിൽട്രേറ്റിൽ നിന്നും വെള്ളം റീഅബ്സോർബ് ചെയ്യുന്നു. കൂടുതൽ വെള്ളം ആഗിരണം ചെയ്യുന്നു, ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നു. കാരണം ബ്ലഡിൽ വെള്ളത്തിനുള്ള കുറവാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം കൂടുതൽ ആഗിരണം ചെയ്യുകയും അതിൻ്റെ ഫലമായി യൂറിൻ ബിക്കംസ് ഹൈപ്പർട്ടോണിക്. നമ്മുടെ യൂറിൻ എന്തായി മാറുന്നു? കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയി ഹൈപ്പർട്ടോണിക്കായി മാറുന്നു. ഓക്കെ, നമ്മൾ ഒഴിക്കുന്ന ഒരു ദിവസം നമ്മൾ ഒഴിക്കുന്ന യൂറിൻ്റെ അല്ലെങ്കിൽ പുറത്തേക്ക് കളയുന്ന യൂറിൻ്റെ അളവ് കുറവുമായിരിക്കും. കാരണം അത് വെള്ളം കുറഞ്ഞ യൂറിനാണ്. യൂറിൻ്റെ അളവ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓസ്മോ റെഗുലേറ്ററി മെക്കാനിസം ഇൻ ദ കിഡ്നി. We shall wind up the class here. Bye.